ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാൻ ടി.പി. ശ്രീനിവാസന് നേരെ കയ്യേറ്റം. എസ്.എഫ്.ഐ പ്രവർത്തകനാണ് ടി.പി. ശ്രീനിവാസനെ കയ്യേറ്റം ചെയ്തത്. അടിയേറ്റ ടി.പി. ശ്രീനിവാസൻ നിലത്ത് വീണു. കോവളത്ത് നടക്കുന്ന ആഗോള വിദ്യാഭ്യാസ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം. സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിന്മാറിയിരുന്നു. റയീസ് രക്ഷിച്ചിരുന്നു വിവരങ്ങളുമായി. റയീസ്, എന്താണ് ഉണ്ടായത്? എന്താണ് ഇങ്ങനെ ടി.പി. ശ്രീനിവാസന് ഒരു മർദ്ദനമേൽക്കാനുണ്ടായ പ്രകോപനം എന്താണ്? സൈഫുദ്ദീൻ, ആഗോള വിദ്യാഭ്യാസ സമ്മേളനം ഇന്നും നാളെയും കോവളത്ത് വെച്ച് നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു. ഈ വിദ്യാഭ്യാസ സമ്മേളനത്തിനെതിരെ വിദ്യാഭ്യാസ കുത്തകക്കാർക്ക് കേരളം ആരോപിച്ച് എസ്.എഫ്.ഐ പ്രവർത്തകർ തുടക്കം മുതൽ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി ഇന്ന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങുകളും മറ്റും നടത്താൻ അനുവദിക്കില്ല എന്ന് എസ്.എഫ്.ഐ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇന്നലെ രാത്രി തന്നെ ഈ പരിപാടി നടക്കുന്ന ഹോട്ടലിന് മുന്നിൽ എസ്.എഫ്.ഐ പ്രവർത്തകർ ധർണയും ആരംഭിച്ചു. രാവിലെ ധർണാ സമരം വീണ്ടും തുടങ്ങി. ഇതിനിടയിലായിരുന്നു ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാൻ ടി.പി. ശ്രീനിവാസൻ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് കടന്നു വന്നത്. ആദ്യം പ്രവർത്തകർ ടി.പി. ശ്രീനിവാസനെ തിരിച്ചറിഞ്ഞില്ല. തിരിച്ചറിഞ്ഞതിന് ശേഷം ടി.പി. ശ്രീനിവാസനെതിരെ മർദ്ദനം ആദ്യം ഉന്തും തള്ളും നടത്തി. അതിനുശേഷം നേതാക്കൾ ഇടപെട്ടു. DCP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുള്ളപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അതിനുശേഷം അദ്ദേഹം തിരിച്ചു പോകുന്ന സമയത്തായിരുന്നു എസ്.എഫ്.ഐ പ്രവർത്തകർ മർദ്ദിച്ചത്. മുഖത്ത് അടിയേറ്റ നിലത്ത് വീണു. അതിനുശേഷം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി. ഇവിടെ ഇപ്പോൾ നിലവിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്. എസ്.എഫ്.ഐ പ്രവർത്തകർ റോഡ് മുഴുവനായി ബ്ലോക്ക് ചെയ്ത് നടത്തുകയാണ്. ഇതിനിടെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായ തുടർന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ നിന്ന് പിന്മാറി. വിദ്യാഭ്യാസ മന്ത്രി P.K. അബ്ദുൾ റബ്ബാണ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കേണ്ടത്. അദ്ദേഹവും അവസാന നിമിഷം പിന്മാറും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആഗോള വിദ്യാഭ്യാസ സമ്മേളനത്തിൽ 10 രാജ്യങ്ങളിലടക്കം 20 പ്രതിനിധികളും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും കേരളത്തിൽ നിന്നുള്ള വിദ്യാഭ്യാസ വിദഗ്ധരുമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. എന്തായാലും ചടങ്ങ് 9:30 ആരംഭിക്കാനിരിക്കുകയായിരുന്നു. ഇതുവരെ ആരംഭിച്ചിട്ടില്ല. വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുക്കുമോ എന്നതിൽ ഒരു വ്യക്തത വരുത്തിയതിനു ശേഷമേ അന്തിമ തീരുമാനം ഉണ്ടാവൂ. എന്തായാലും എസ്.എഫ്.ഐ പ്രവർത്തകർ ഇപ്പോഴും ഉപരോധം തുടരുകയാണ്. സൈഫുദ്ദീൻ, റയീസ്, ദൃശ്യങ്ങളിലെല്ലാം വ്യക്തമാണ്. പോലീസിന് തൊട്ടു മുന്നിൽ വെച്ചാണ് എസ്.എഫ്.ഐ പ്രവർത്തകൻ ടി.പി. ശ്രീനിവാസനെ മർദ്ദിക്കുന്നത്. പോലീസ് എന്ത് തരം ആക്ഷനാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്? ഈ കയ്യേറ്റം ചെയ്ത പ്രവർത്തകനെതിരെ, എസ്.എഫ്.ഐ പ്രവർത്തകനെതിരെ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? ആ സമയത്ത് ടി.പി. ശ്രീനിവാസൻ നിലത്ത് വീണതിന് ശേഷം പോലീസ് ഇടപെട്ടു. അതിനുശേഷം ഇവിടെ വീണ്ടും എസ്.എഫ്.ഐ പ്രവർത്തകർ റോഡ് ഉപരോധം നടത്തിക്കൊണ്ടിരിക്കുന്നതിനായിരുന്നു ടി.പി. ശ്രീനിവാസൻ കടന്നു വന്നത്. അതുതന്നെയാണ് എസ്.എഫ്.ഐ പ്രവർത്തകരെ പ്രകോപിതരാക്കിയതും. അതിനുശേഷം പോലീസ് ഇടപെട്ടതിനെ തുടർന്ന് പ്രവർത്തകർ പിൻവാങ്ങി. റോഡ് ഉപരോധം തുടരുകയായിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും വ്യക്തമായ ഒരു കാര്യം, ACP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ഒരു ഗുരുതരമായ സുരക്ഷാ വീഴ്ച കൂടിയാണ് സംഭവിച്ചിരിക്കുന്നത്. അതിനുശേഷം DCP ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് എസ്.എഫ്.ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ സംസ്ഥാന സെക്രട്ടറി M. വിജയൻ അടക്കമുള്ള എസ്.എഫ്.ഐയുടെ ഉന്നത നേതാക്കൾ സംഭവ സ്ഥലത്ത് ഉണ്ട്. അറസ്റ്റിന് വഴങ്ങില്ല എന്ന് അവർ പോലീസിനെ അറിയിച്ചു കഴിഞ്ഞു. അതിനുശേഷം റയീസിലേക്ക് വരാം. ശ്രീ ടി.പി. ശ്രീനിവാസൻ ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ടി.പി. ശ്രീനിവാസൻ, എന്താണ് സംഭവിച്ചത്? എന്താണ് താങ്കൾക്ക് ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു മർദ്ദനമേൽക്കാനുണ്ടായ കാരണം എന്താണ്? പ്രകോപനം എന്താണ്? പ്രകോപനം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അവര് നേരത്തെ തന്നെ പറഞ്ഞില്ലല്ലോ, എന്തു വില കൊടുത്തും ഈ സമ്മേളനം തടയും എന്നവർ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിലായിരിക്കും ഞാൻ അവരെന്നെ കണ്ടപ്പോൾ എന്നെ അവർ റെക്കഗ്നൈസ് ചെയ്തു. എന്റെ കാർ തടഞ്ഞപ്പോൾ ഞാൻ അതിൽ കൂടെ നടന്നു പോകാൻ ശ്രമിച്ചു. അപ്പൊ അവർ നിർത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നടന്നല്ലേ പോയിക്കോട്ടെ എന്ന് ഞാൻ തിരിച്ചോണ്ടാണ് അവർ സംസാരിച്ചത്. അപ്പോഴത്തേക്ക് അറ്റാക്ക് തുടങ്ങി എല്ലാവരും കൂടെ. പോലീസൊന്നും ചെയ്തില്ല. പോലീസുകാർ വെറുതെ നോക്കിയിരുന്നതോ. അതന്നെയാണ് ശ്രീ ടി.പി. ശ്രീനിവാസൻ പ്രശ്നം. ദൃശ്യങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യക്തമാണ്. പോലീസിന് തൊട്ടു മുന്നിൽ വെച്ചാണ് താങ്കളെ ആ പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുന്നത്. ഇതിൽ ഇതുവരെ പോലീസ് ഒരു ആക്ഷനും എടുത്തിട്ടില്ലേ? ഇല്ല, കമ്മീഷണർ എന്നെ വിളിച്ചിരുന്നു. ഇപ്പൊ അവര് ഇവിടെ വരുന്നു. എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ എസ്കോർട്ട് ചെയ്ത് കൊണ്ടുപോകാന്നാണ് പറയുന്നത്.
താങ്കൾക്ക് ഏത് രീതിയിലാണ് ഇപ്പോൾ മർദ്ദനമേറ്റിരിക്കുന്നത്? എന്താണ് താങ്കളുടെ ശാരീരികാവസ്ഥ ഇപ്പോൾ? ഇല്ല, വലിയ കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു. ഡോക്ടറെ കാണണം. പക്ഷെ ഒന്നും വിസിബിൾ ആയിട്ടുള്ള ഇഞ്ചുറി ഒന്നുമില്ല. പെട്ടെന്ന് ആ സമയത്തുണ്ടായ ഒരു പ്രകോപനം തന്നെ ആയിരിക്കണം എന്നാണോ താങ്കൾ കരുതുന്നത് ഈ പ്രവർത്തകർക്ക്? അല്ല, ഇത് തടയണമെന്ന് വിചാരിച്ചപ്പോൾ അവർക്ക് തടയാൻ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഞാനായിപ്പോയി. എത്രയല്ലോ, ഞാനെന്റെ എന്റെ ചീഫ് ഓർഗനൈസർ. അതുകൊണ്ട് അവർ മനഃപൂർവ്വം എന്നെ ടാർഗറ്റ് ചെയ്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. ഇനിയിപ്പോ ഈ ഏത് രീതിയിലാണ് ഈ വിഷയത്തിൽ നീങ്ങാൻ താങ്കൾ കരുതുന്നത്? അത് പോലീസുകാർ അവരെ മാറ്റുകയാണെങ്കിൽ ഞങ്ങൾ സമ്മേളനം നടത്തും. നമ്മൾ മാത്രമല്ലല്ലോ, ധാരാളം വിദേശ അതിഥികളും ഉണ്ടല്ലോ. എല്ലാം പല റോഡുകളിൽ പല സ്ഥലങ്ങൾക്ക് നിൽക്കുകയാണ്. അപ്പോൾ അവരെല്ലാം കോവളത്ത് ലീലയിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ യോഗം നടക്കുകയുള്ളല്ലോ. ഇത്തരം ഒരു വലിയ പരിപാടിക്ക് നേരെയുള്ള ഈ രീതിയിലുള്ള ഒരു പ്രതിഷേധം, അതിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പ്രത്യേകിച്ചും ആഗോള വിദ്യാഭ്യാസ സമ്മേളനം എന്ന് പറയുമ്പോൾ അതിനെ ആ ഗൗരവത്തിൽ, ആ അർത്ഥത്തിൽ എടുക്കേണ്ട ഒന്നായിരുന്നു. പക്ഷേ ഈ പ്രതിഷേധം അത്യധികം മറ്റൊരു പ്രതിഷേധാർഹമായ രീതിയായി പോയി എന്ന് തന്നെയല്ലേ കരുതേണ്ടത്? തീർച്ചയായിട്ടും നമ്മുടെ നാടിന് തന്നെ മാനക്കേടാണ്. നാടെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് മാനക്കേടാണ്. കാരണം നമ്മളൊരു അതിഥികളെ വിളിച്ചു വരുത്തി ഒരു യോഗം നടക്കാൻ ശ്രമിക്കുമ്പോൾ അതെന്തായാലും ലോകത്തെ നശിപ്പിക്കാനല്ലോ ഈ സമ്മേളനം നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകും എന്ന് വിചാരിച്ചിട്ടല്ലേ ഗവൺമെന്റ് ഇത് സമ്മതിച്ചിരിക്കുന്നത്. അപ്പൊ അത് കച്ചവടവൽക്കരണമാണെന്നും പ്രോഫിറ്റ് ഉണ്ടാക്കാനാണെന്നും ഒക്കെ ഉള്ള പ്രചരണം. ഞാനതിനെപ്പറ്റി ഇന്നും മാതൃഭൂമിയിലും ടൈംസ് ഓഫ് ഇന്ത്യയിലും എഴുതിയിരുന്നു. എന്നിട്ട് അതൊന്നും അവർ നോക്കാതെ അവരുടെ ഒരു അജണ്ട പാലിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിന് പൊതുവേ ഉള്ള ഇപ്പോഴത്തെ അറ്റ്മോസ്ഫിയർ കാരണമായിരിക്കാം. റൈറ്റ്. യൂത്ത് കോൺഗ്രസ് നേതാവ് ഡീൻ കുര്യാക്കോസ് കൂടി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഡീൻ കുര്യാക്കോസ്, പോലീസുകാരുടെ തൊട്ടു മുന്നിൽ വെച്ചാണ് ശ്രീ TP ശ്രീനിവാസനെ SFIക്കാർ കയ്യേറ്റം ചെയ്യുന്നത്. ദൃശ്യങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാണ്. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? ആദ്യമേ തന്നെ പറയട്ടെ, കേരളം ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ്. ലോകം മുഴുവൻ അറിയുന്ന ഒരു നയതന്ത്രജ്ഞനാണ് TP ശ്രീനിവാസൻ. അതായത് ഈ SFIക്കാർ എന്താ കരുതിയിരിക്കുന്നത്? അദ്ദേഹത്തെ പോലെ ഏറ്റവും ബഹുമാന്യനായ ഒരു വ്യക്തിത്വത്തെ ഇത്രമാത്രം അപമാനിച്ചു എന്ന് മാത്രമല്ല അപായപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. എത്രയോ ലജ്ജാകരമാണ്. കേരളം ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ് ലോക സമൂഹത്തിന് മുൻപിൽ. SFIയും DYFIയും CPM നേതൃത്വം ഇതിന് മറുപടി പറയണം. ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ടൊന്നും അവസാനിച്ച് പോവുകയൊന്നുമില്ല. അവിടെ ഇപ്പൊ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ആ പോലീസുകാർക്ക് ഇതിനെ മുഴുവൻ നടപടി എടുക്കണം. അങ്ങനെയൊക്കെ ഒരു ഏറ്റവും ബഹുമാന്യനായ ഒരു വ്യക്തിത്വത്തെ അപമാനിക്കുക, ആക്രമിക്കുക, കയ്യും കെട്ടി നോക്കിയിരിക്കുക എത്ര ലജ്ജാകരമാണ്. ഇത് ഈ കാര്യത്തിൽ SFI നേതൃത്വം ഒന്നുകിൽ അവർ മുഴുവൻ അപ്പാടെ രാജിവെക്കണം. ഇതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പൊതുസമൂഹത്തോട് അവർ ഏറ്റുപറയണം. അതല്ലാതെ കേരളത്തിനുണ്ടായിട്ടുള്ള അപമാനത്തിന് മറ്റൊരു പ്രതിവിധിയില്ല. ആ പ്രതിഷേധത്തിനിടെ ഉണ്ടായ ഒരു സംഭവം എന്ന രീതിയിലല്ല. എന്ത് പ്രതിഷേധമാണ്? ഇതാണ് പ്രതിഷേധം. അവർക്ക് എന്താണ് ലക്ഷ്യമാണ്? ഒരേ സമയം അവർ പറയുന്നു ആഗോള വിദ്യാഭ്യാസ സംഗമം, മറ്റൊരു അതേ സമയം തന്നെ അവർ പറയുന്നു മുഖ്യമന്ത്രിയാണ് അവർ ഉപയോഗിക്കാനിരിക്കുന്നതെന്ന്. ആ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു SFIക്കാരൻ അറിയാമോ എന്തിനു വേണ്ടിയിട്ടാണ് അവരവിടെ വന്നിട്ടുള്ളതെന്ന്? അപ്പൊ കൈ കിട്ടിയ ഒരാളെ ബഹുമാനായ TP ശ്രീനിവാസൻ അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചു. അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ സംബന്ധിച്ച് വളരെ കൃത്യതയുണ്ട്. ആഗോള വിദ്യാഭ്യാസ സംഗമത്തെ സംബന്ധിച്ച് ഇവർക്ക് എന്താണ് അറിയാവുന്നത്? ഇവർക്ക് ആകെ അറിയാവുന്ന അക്രമം മാത്രമാണ്. അങ്ങനെ ആക്രമിക്കുന്നത് എന്താ പറയാ, ഇത് ആദ്യമായിട്ടൊന്നുമില്ല. ഒരുപാട് വൈസ് ചാൻസലർമാർ, ഒരുപാട് ഉന്നത വ്യക്തിത്വങ്ങൾ, ഇവർക്ക് SFIക്കാർക്ക് ഉന്നത വ്യക്തിത്വമെന്നോ എന്താ പറയാ ആളെ കണ്ടാൽ തിരിച്ചറിയാത്ത ഒരു സംഘടനയാണ് SFI. അല്ലെങ്കിൽ ഇവർക്ക് അക്രമം മാത്രമാണ് ഇവരുടെ മുഖമുദ്ര എന്നത് ഒരുപാട് പ്രാവശ്യം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിന്റെ എന്താ പറയാ രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു കറുത്ത പൊട്ടായി ഈ സംഭവം നിർമ്മിച്ചു നിൽക്കുന്നു. ആ പ്രതിഷേധത്തിനിടെ ഉണ്ടായ ഒരു സംഭവം എന്നതിനും അപ്പുറത്ത്, പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനം എന്നതിനും അപ്പുറത്ത് TP ശ്രീനിവാസനെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുകയായിരുന്നു SFIക്കാർ എന്നൊരു ആരോപണം കൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതി കൂടി TP ശ്രീനിവാസൻ ഉന്നയിക്കുന്നുണ്ട്. ശ്രീ ഡീൻ കുര്യാക്കോസ്, അദ്ദേഹം അവിടെ വളരെ സൗമ്യനായി, ഞാൻ വിഷ്വൽ കാണുകയാണ്, വളരെ സൗമ്യനായി അദ്ദേഹം കടന്നു. ശ്രീനിവാസൻ ആരെയും പ്രകോപിപ്പിക്കില്ലല്ലോ. ഇവിടെ ശ്രീനിവാസനും അദ്ദേഹത്തിന്റെ പ്രൊഫൈലും എന്താ പറയാ SFI എന്ന് പറയുന്ന സംഘടനയും തമ്മിൽ എന്തെങ്കിലും താരതമ്യമുണ്ടോ?
ശ്രീനിവാസൻ ആരെയും പ്രകോപിപ്പിക്കാനോ അല്ലെങ്കിൽ ശ്രീനിവാസൻ SFIയുടെ വൈരാഗ്യം ഏതെങ്കിലും തരത്തിൽ വരേണ്ടതായിട്ടുണ്ടോ? രാഷ്ട്രീയപരമായി എന്തെങ്കിലും വിനോദം TP ശ്രീനിവാസനോട് SFIക്കാർക്ക് വരേണ്ടതായിട്ടുണ്ടോ? എന്തിനാണ് ചെയ്തത്? അവർ ചെയ്തത് അവരുടെ ആ ഒരു സംഘടനാപരമായ ശൈലി അത് എവിടെയാണെങ്കിലും അതിന് വ്യത്യാസം ഉണ്ടാവില്ല. അത് TP ശ്രീനിവാസനായാലും വൈസ് ചാൻസലർമാരായാലും ഉന്നത വ്യക്തിത്വങ്ങളായാലും ആരായാലും അവിടെ ഒരു പ്രതി അങ്ങ് പുറകോട്ട് മാറുകയാണല്ലോ, അടി കൊടുത്തിട്ട് അങ്ങ് പുറകോട്ട് മാറുകയാണല്ലോ മുമ്പോട്ട് വന്നിട്ട്. അപ്പൊ ഇത് ഈ കാര്യത്തിൽ കേരളം തുറന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ശ്രീ ഡീൻ കുര്യാക്കോസ്, അവിടെ സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുക തന്നെയാണ്. വിദ്യാർത്ഥികൾ കൂടുതൽ അക്രമാസക്തമാകുന്ന ഒരു കാഴ്ചയുണ്ട്. പോലീസ് പ്രതിരോധിക്കാനുള്ള ശ്രമത്തിലാണ്. റയീസ്, എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? റയീസ്, കേൾക്കാമോ? അക്രമാസക്തമായ വിദ്യാർത്ഥികളെ പിരിച്ചുവിടാനായി പോലീസ് ശ്രമിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ പോലീസ് വിദ്യാർത്ഥികൾക്കെതിരെ ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്നുണ്ട്. ചില വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചയും ദൃശ്യങ്ങളിൽ നിന്നും കാണാം. വിദ്യാർത്ഥികൾ റയീസ്, കേൾക്കാമോ? ഷെയ്ഫുദ്ദീൻ, കേൾക്കാം. പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ തോതിലുള്ള സംഘർഷമാണ് ഈ കോവളത്ത് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ യോഗം നടക്കുന്നതിന്റെ വേദിക്ക് മുന്നിൽ നടക്കുന്നത്. പോലീസ് പലവട്ടം ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. അതിനുശേഷം പ്രവർത്തകരെ അറസ്റ്റ് നേരിടാനുള്ള ഒരു പ്രവർത്തകർ അറസ്റ്റിന് ഒട്ടങ്ങിയില്ല. ഇത് തന്നെയാണ് പുതിയ സംഘർഷത്തിന് DCP സഞ്ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവർ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ആ ശ്രമം പ്രവർത്തകർ പ്രതിരോധിച്ചു. അതിനെ തുടർന്ന് പോലീസ് ലാത്തി വീശിയതിനു ശേഷം റയീസ്, വിദ്യാർത്ഥികൾ ഇപ്പോൾ പിരിഞ്ഞു പോയിട്ടുണ്ടോ? പോലീസ് നടപടിയെ തുടർന്ന് വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോയിട്ടുണ്ടോ? കുറച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ വളരെയധികം പ്രവർത്തകരും കുറച്ച് ആളുകൾ പിരിഞ്ഞുപോയി. ബാക്കിയുള്ളവർ ഇപ്പോഴും റോഡിൽ ഷെയ്ഫുദ്ദീൻ, പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ പ്രവർത്തകരിൽ ഭൂരിഭാഗം പ്രവർത്തകരും സംഭവ സ്ഥലത്ത് നിന്ന് പിരിഞ്ഞുപോയി. പക്ഷേ തൊട്ടപ്പുറത്ത് തന്നെ മാറി സംഭടിച്ച് നിൽക്കുന്നുണ്ട്. പോലീസും പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷത്തിൽ നിരവധി പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. SFI സംസ്ഥാന സെക്രട്ടറി MVG അടക്കമുള്ള നേതാക്കൾക്ക് സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും തുടരുന്നത്. പ്രവർത്തകർ ധാരാളം അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അത്രത്തോളം പ്രവർത്തകരെ എല്ലാം അങ്ങനെ ഒരു വലിയ പ്രതിഷേധത്തെ പ്രതിരോധിക്കാൻ തക്ക രീതിയിലുള്ള ഒരു പോലീസ് സന്നാഹം അവിടെ ഉണ്ടോ റയീസ്? അത് തന്നെയാണ് പ്രശ്നം. കാരണം ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ SFI പ്രവർത്തകർ ഇവിടെ ഉപരോധ സമരം നടത്തിയിരുന്നു. അവരുടെ ഉപരോധ സമരത്തെ കുറിച്ച് കൃത്യമായി പോലീസിന് വിവരവും ഉണ്ടായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ തടയുക എന്നത് മാത്രമായിരുന്നില്ല അവരുടെ ഒരു പ്രധാന ലക്ഷ്യം. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ ഈ ആഗോള സമ്മേളനം കേരളത്തിൽ വെച്ച് നടത്തില്ല എന്നൊരു നിലപാടിൽ SFI ആദ്യം മുതലുണ്ടായിരുന്നത്. വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുൾ റബ്ബിനോടും ഉമ്മൻചാണ്ടിയോടുള്ള എതിർപ്പിനേക്കാൾ കൂടുതൽ എതിർപ്പ് ഉന്നത വിദ്യാഭ്യാസ ചെയർമാൻ TP ശ്രീനിവാസനോട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഈ SFI പ്രവർത്തകർ മർദ്ദിച്ചതും. ഇവർ റോഡ് ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ തൊട്ടപ്പുറത്തെ സ്വകാര്യ ഹോട്ടലിൽ നിന്നും ഒരു വിദേശികളുടെ വാഹനം വന്നപ്പോൾ അതിൽ കടത്തിവിടാൻ SFI പ്രവർത്തകർ തന്നെ സത്യം നൽകി. കാറ് കടത്തിവിടുന്ന സമയത്തായിരുന്നു TP കുമാറിന്റെ കാറ് വന്നത്. പക്ഷെ കടത്തിവിടാൻ പറ്റില്ല എന്നൊരു നിലപാട് SFI പ്രവർത്തകർ എടുത്തു. പോലീസ് TP ശ്രീനിവാസന്റെ കാറ് വീണ്ടും പോലീസും പ്രവർത്തകരും സംഘർഷം ഉണ്ടായിരിക്കുന്നു. പോലീസ് ലാത്തി ചാർജ് പ്രവർത്തകർ റോഡിൽ കുത്തിയിരിക്കുന്നു. ആ പ്രവർത്തകരെ വാങ്ങിയിട്ട് പോലീസ് തള്ളുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ കാണാനുള്ളത്. കൂടുതൽ പ്രവർത്തകർ തൊട്ടപ്പുറത്ത് നിന്ന് സംഭരിച്ചെത്തുന്നു. അവർ പോലീസിന് നേരെ ആക്രമണം നടത്തുകയാണ്. ഇപ്പോൾ 2-3 വർഷമാണ് SFI പ്രവർത്തകർ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. പക്ഷേ പോലീസ് 4 ഭാഗത്തും SFI പ്രവർത്തകരെ വളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രവർത്തകർ പ്രതിരോധിക്കുന്നുണ്ട്. പോലീസ് പ്രവർത്തകരെ ലാത്തിചാർജ് നടത്തുന്നു. തിരുവനന്തപുരം കോവളത്ത് ആഗോള വിദ്യാഭ്യാസ സമ്മേളനം നടക്കുന്ന നഗരത്തിന് പുറത്ത് വലിയ സംഘർഷാവസ്ഥയാണ് നിലനിൽക്കുന്നത്. പരിപാടി ബഹിഷ്കരിച്ച് പരിപാടിക്കെതിരെ പ്രതിഷേധം നടത്തുകയാണ് SFI പ്രവർത്തകർ.
പോലീസ് ടിയർ ഗ്യാസ് ഉപയോഗിച്ച് അവരെ നേരിടുന്നുണ്ട്. അതിനിടെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാൻ TP ശ്രീനിവാസന് നേരെ കയ്യേറ്റമുണ്ടായി. SFI പ്രവർത്തകനാണ് TP ശ്രീനിവാസനെ കയ്യേറ്റം ചെയ്തത്. മർദ്ദനമേറ്റ TP ശ്രീനിവാസൻ നിലത്ത് വീണു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോഴും വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് നടപടി തുടരുന്നുണ്ട്.